പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ലൈഫില് ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ഹാപ്പി ആവുന്ന ഒരു മൊമെന്റ് ലൈഫിൽ ഉണ്ടാവും. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് മാത്രമല്ല ഇവള് കരയുമ്പോൾ അറിയാതെ കൂടെ കരഞ്ഞു പോകും. നൃത്തം വയ്ക്കും പൂന്തെന്നൽ മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ എന്തേ തുള്ളാത്തു രാഹിൽ ആനി ജോസ്. സോ അതിൽ സെക്കൻഡ് നെയിം എൻ്റെ അമ്മയുടെ പേരാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ പുനർജനിച്ചു വന്നേക്കുന്നതാണ് എൻ്റെ കുട്ടിയിലൂടെ. കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. ഞങ്ങൾക്ക് പേര് കിട്ടിയത് ഭയങ്കര സ്പെഷ്യലായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇസബൽ എന്നാണ് ഇടാൻ തീരുമാനിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു പേരാണ് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തോടെ എടുത്തൊരു പേര്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ എനിക്ക് ഇവളിങ്ങനെ റാഹേൽ എന്ന് വിളിക്കുന്ന പോലെ തോന്നി. ആ പേരിൽ ഇവള് തിരിഞ്ഞു നോക്കുന്നൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടനത് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മമ്മി അങ്ങനെ ഇട്ട് തന്ന പേരാണ് ഇതെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആനിക്കുട്ടി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. റാഹേൽ ആനി ജോസ്. ഇനി ഇവളുടെ അന്ന എന്ന് വിളിക്കപ്പെടുന്ന രാവിലെ കണ്ണു തുറന്നു കഴിഞ്ഞിട്ട് സൈഡിലേക്ക് നോക്കുമ്പോ ആളവിടെ കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ടാവും ഓൾറെഡി. പക്ഷെ എന്നെ വിളിക്കാൻ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് സൺഷൈൻ, ഗുഡ് മോർണിംഗ് സൺഷൈൻ എന്ന് പറയുമ്പോ ചിരിച്ച് നമ്മളെ നോക്കി ചിരിച്ചാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നത്. അന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കത്തോലിക്ക തിരുസഭയിലെ അംഗമാക്കപ്പെടുന്നു. സഭയിലെ അംഗമാകുന്നതോടൊപ്പം പ്രാരംഭ കൂദാശകളായ മാമോദീസായും സ്ഥൈര്യലേഖനവും വിശുദ്ധ കുർബാനയും ഈ ദിവ്യ പൈതലിന് നമ്മൾ കൊടുത്തുകൊണ്ടാണ് അവളെ ആത്മീയ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്, ആനയിക്കുന്നത്. ക്രിസ്ത്യാനി സഭയുടെ അംഗമായി മാറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആത്മീയ ജീവിതത്തിലേക്ക് ചൂടുറപ്പിച്ച ബാബയ്ക്ക് 1000 ആശംസകൾ നേർന്നുകൊള്ളുന്നു. The one that guides my heart. Lord, I need you. Oh, I need you. Every year I need you. My one defense, my righteousness. Oh God, how I need you.
മുകളിലോട്ട് വന്നത്. ആ ഉണ്ടായ സമയത്ത് നമ്മൾ ഒരുപാട് ഹാർഡ്ഷിപ്സിലൂടെ കടന്നുപോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് നോക്കിയത് കൊണ്ടായിരിക്കണം ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയി. ഈ ടൈമില് ഞാനെന്റെ ഹൃദയത്തിൽ എന്ന് പറയുന്നു